ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ്, KTET, HSA, HSST, CTET, UGC നെറ്റ് എക്സാം, അങ്ങനെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ലാസ്റ്റ് ടൈം, അതായത് ഒരു റിവിഷൻ ടൈമിൽ അല്ലെങ്കിൽ എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടായിരിക്കും ടോസ് അക്കാഡമി എത്തിയിട്ടുള്ളത്. ഇത്തവണയും ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂസ്ഫുൾ സെഷൻ ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ? ടോസ് അക്കാഡമിയിലെ ഞങ്ങൾ 2 ഫാക്കൽറ്റീസ് ചേർന്നുകൊണ്ടാണ് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. യൂണിറ്റ് 3, യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 6, ഈ 3 യൂണിറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ ആയിരിക്കും എൻ്റെത്. അതിനോടൊപ്പം തന്നെ ബാക്കി യൂണിറ്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ കേസിൽ ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിൽ പോലും ഒന്നിലേറെ ക്വസ്റ്റ്യൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നും വന്നിട്ടുള്ളത്. ചില തവണ 3 ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് ചോദിക്കാറുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ്. എല്ലാ തവണയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ സാധാരണഗതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഇവ 3ഉം തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊക്കെ തന്നെ സിമിലർ ആയിരിക്കും. സോ ഈ ഒരു മാച്ച് ദ ഫോളോവിങ്ങിനകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, 6, 10 ആൻഡ് 3 ഇവ 4ഉമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6ഉം 10ഉം ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റും ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമാണ് വരുന്നത്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് ഓപ്ഷൻ 2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണ് വരുന്നത്. ദെൻ അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ് വരുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റും ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് എപ്പോഴും വരുന്ന, അതായത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണേ. അപ്പോൾ ഞാനിവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മാത്രം ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൽ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 മുതൽ അതേപോലെ തന്നെ 10 വരെയുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ലീസ്, അതേപോലെ തന്നെ റിട്ടേൺ ഏർണിംഗ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19, 20, 21, 22, 23 തുടങ്ങിയിട്ടുള്ളതും, അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇന്റീരിയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, അങ്ങനെ ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിപ്പീറ്റ് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, 1-2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ ഇത് ഫീഡ് ആയിക്കോളും. യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പ്രോബ്ലം അതുപോലെ തന്നെ തിയറി, എത്രമാത്രം തിയറീസ് വരുന്നോ അത്രത്തോളം തന്നെ പ്രോബ്ലം ഏരിയയ്ക്കും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ്. സോ ഈ ഒരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും, ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അതേപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഷെയർ ആൻഡ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ല, ഇതൊക്കെ തന്നെ അല്പം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട മൊഡ്യൂൾ ഏരിയാസ് ആണ്. സോ റിപ്പീറ്റ് ആയിട്ട് ഇപ്പോൾ ഷെയറിന്റെ കേസിൽ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഫോർഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ചില ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാതിരിക്കുക, അതായത് നോൺ പേയ്മെന്റ്, അതായത് ഷെയറിന്റെ പൂർണ്ണമായിട്ടുള്ള തുക അടയ്ക്കാതിരിക്കുക,
കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ക്യാൻസൽ ആയി പോകാറുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ ഈ ഫോർഫീച്ചർ ആയിട്ടുള്ള ഷെയറുകൾ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്, റീ ഇഷ്യൂ ചെയ്യാറുണ്ട് അല്ലെ. സോ ഈ ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂന്റെ കേസിൽ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. സോ അതിലൊന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കേസിൽ PK ലിമിറ്റഡിന്റെ 2000 ഷെയർ ആണ് ഫോർഫീറ്റഡ് ആകുന്നത്. അതിൽ ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ് വെച്ചിട്ടായിരുന്നു. ഫൈനൽ കോൾ എമൗണ്ട് ആയിട്ടുള്ള 4 റുപ്പീസ്, അതായത് ഓരോ ഷെയറിന്റെ 4 രൂപ വെച്ച് പേ ചെയ്യാത്തത് കൊണ്ടാണ് എന്തായി പോയത്, ഈ ഷെയർ ഫോർഫീച്ചർ ആയി പോയത്. ദെൻ അതിനുശേഷം ഈ ഷെയർ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ റീഇഷ്യൂ ചെയ്യുകയും അതിൽ 3000 രൂപ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ തന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്ര രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്തത് എന്നുള്ളതാണ്, അതായത് റീ ഇഷ്യൂ ചെയ്തത് എത്ര രൂപയ്ക്കാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാമേ. മൊത്തത്തിലുള്ള ഷെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2000 ആണ്. അതിന്റെ ഫേസ് വാല്യൂ, അതായത് ഓരോ ഷെയറിന്റെയും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10 ആണ്. അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് മീൻസ് ഫോർഫീച്ചറിന് മുമ്പ് എത്ര രൂപ അടച്ചിട്ടുണ്ട്, 6 റുപ്പീസ് വെച്ച്, അതായത് 6 റുപ്പീസ് പെർ ഷെയർ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അതിൽ 4 റുപ്പീസ് പെർ ഷെയർ അടയ്ക്കാത്തത് കൊണ്ടാണ് ഷെയർ എന്തായി പോയത്, ഫോർഫീച്ചർ ആയിട്ട് പോകുന്നത്. ദെൻ ഫോർഫീച്ചർ ആയതിനു ശേഷം വീണ്ടും ആ ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്, റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് 10 റുപ്പീസിന് തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത്. സോ ഈ ഒരു റീഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ₹3000 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, റീഇഷ്യൂവിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ. സോ ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ ഫോർഫീച്ചർ ആയ സമയത്ത് എത്ര രൂപ റിസീവ് ചെയ്തു, അതായത് 2000 റുപ്പീസിന് 2000 ഷെയറിന് 6 റുപ്പീസ് വെച്ച് 12,000 ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആക്ച്വലി നമ്മൾ ഫുള്ളി പെയ്ഡ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ എത്ര ലഭിക്കണം, 2000 × 10 20,000 ലഭിക്കണം. പക്ഷെ അതിൽ 12,000 ലഭിച്ചിട്ടുള്ളൂ. ബാലൻസ് 8,000 നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല അല്ലെ. സോ ഇവിടെ റിമൈനിങ് ഫോർഫീറ്റഡ് ബാലൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 20,000 മൈനസ് 12,000 എന്ന് പറയുമ്പോൾ 8,000 വരുന്നുണ്ട്. ഇനി പറയുന്നുണ്ട് ഈ ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്ത പ്രൈസ് എത്രയാണെന്ന് അറിയില്ല, ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് 3000 രൂപ ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ബാലൻസ് എമൗണ്ട്, 8,000 ആണ്. അതായത് ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 8,000 ഉണ്ട് അല്ലെ. അതിനോടൊപ്പം വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് 3000 രൂപ ക്യാപിറ്റൽ റിഡംഷൻസിലേക്ക് മാറ്റി എന്നുണ്ടെങ്കിൽ 8,000 പ്ലസ് 3,000 എന്ന് പറയുമ്പോൾ 11,000 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 5 ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. പ്രോബ്ലം അതേപോലെ തന്നെ തിയറി ഇവ രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂണിറ്റ് ആണ്. പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളത് എല്ലായ്പ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലെ, അതായത് പേ ബാക്ക് പീരീഡിന്റെ കാൽക്കുലേഷൻസും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അധികവും ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോർഷൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക. സോ ദെൻ കാൽക്കുലേറ്റ് ദ പേ ബാക്ക് പീരീഡ് ഫോർ ദ പ്രോജക്ട് എ ആൻഡ് ബി വിത്ത് ദ ഫോളോവിങ് ഇൻഫ്ലോ. എയുടെ കേസിൽ ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ് തന്നിട്ടുള്ളത്, ആൻഡ് ബി എന്ന കേസിലും ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്? അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് വരും അല്ലെ. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് പല രീതിയിലുള്ള മെത്തേഡ്സുകളും ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് പേ ബാക്ക് പീരീഡ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എപ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളൊരു 1 lakh rupees ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, ദെൻ ആ ഒരു 1 lakh rupees നിങ്ങൾക്ക് എപ്പോൾ തിരികെ ലഭിക്കും. ഈ ഒരു കാൽക്കുലേഷൻ ആണ് ആക്ച്വലി പേ ബാക്ക് പീരീഡിന്റെ ഏറ്റവും ബേസിക് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ 2 പ്രോജക്റ്റ് ആണുള്ളത്, എ എന്നൊരു പ്രോജക്റ്റും ബി എന്നൊരു പ്രോജക്റ്റും. ആ 2 പ്രോജക്റ്റിലെയും ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ബോത്ത് പ്രോജക്റ്റ് ഈസ് 50,000 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസിലേക്ക് പോകാം.
ഏൻഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് 50,000. ക്യാഷ് ഇൻഫ്ലോസ് ഓരോ ഇയറും പ്രോജക്റ്റുകളും തന്നിട്ടുണ്ട്. അതായത് പ്രോജക്റ്റ് എ ആൻഡ് പ്രോജക്റ്റ് ബി. ദെൻ ഇയർ എന്ന് പറയുന്നത് 6 വർഷമാണ് കേട്ടോ. അപ്പൊ ഇതിൽ എപ്പോഴാണ് നമ്മൾ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 50,000 നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് 50,000 ആണ്. ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്, പ്രോജക്റ്റ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ പ്രോജക്റ്റിന്റെയും ക്യുമുലേറ്റീവ് ഇൻഫ്ലോസ് ആണ്. ക്യുമുലേറ്റീവ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ക്യുമുലേറ്റ് ചെയ്ത് വരുന്ന എമൗണ്ട് ആണ്. അതായത് ആദ്യ വർഷം ഇൻവെസ്റ്റ് ചെയ്ത തുക 25,000 ആണ്, അടുത്ത വർഷം ഇൻവെസ്റ്റ് ചെയ്തത് 15,000 ആൻഡ് ദെൻ 10,000. ആ ഒരു ഓർഡർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 25,000 വരും, ആൻഡ് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഈ 25,000 15,000 കൂടി ചേർന്നുകൊണ്ട് 40,000 ആണ് സെക്കൻഡ് ഇയർ ലഭിക്കുന്നത്. ആൻഡ് തേർഡ് ഇയറിൽ 10,000 കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര ലഭിച്ചു? 50,000 ലഭിച്ചു. അപ്പോൾ പ്രോജക്റ്റ് എയുടെ കേസിൽ 3 ഇയേഴ്സിനുള്ളിൽ എന്ത് ലഭിക്കുന്നുണ്ട്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരികെ ലഭിക്കുന്നുണ്ട് അല്ലെ? അതായത് 3 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്രയാണോ ആ തുക തിരികെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പേ ബാക്ക് പീരീഡ് ഫോർ എ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ആൻഡ് പ്രോജക്റ്റ് ബിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഓരോ ഇയറും നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആഡ് ചെയ്ത് നോക്കുക. ഏത് വർഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ലഭിക്കുന്നത് അതായിരിക്കും പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ ഇവിടെയും ആദ്യത്തെ ഇയർ 10,000 ആണ്. ദെൻ അടുത്ത ഇയർ 12,000 കൂടി ചേരുമ്പോൾ അത് 22,000 ആകുന്നുണ്ട്. അടുത്ത ഇയറിൽ 18,000 ആണ്. സോ ദെൻ 18,000 കൂടി ചേരുമ്പോൾ അത് 40,000 ആകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇയറിൽ അതായത് ഫോർത്ത് ഇയറിൽ 25,000 ആണ്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? നമുക്ക് 65,000 ആണ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ലഭിക്കാൻ എടുത്ത കാലയളവ് എന്ന് പറയുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ മൂന്നാമത്തെ വർഷം 40,000-ഉം അതിനടുത്ത വർഷം 25,000 കൂടി ചേർത്തുകൊണ്ട് 65,000 രൂപയാണ് മൊത്തത്തിൽ ലഭിച്ചിട്ടുള്ളത്. സോ ദെൻ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്രാക്ഷൻ ആണ് ലഭിക്കുന്നത് അല്ലേ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3 വർഷത്തിന് ശേഷം നമുക്ക് എത്ര ആ ഒരു വിത്തിൻ മന്ത്സിനുള്ളിലായിരിക്കും ഈ പറഞ്ഞ 50,000 രൂപ തിരികെ ലഭിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് നോക്കുക. അതായത് മൂന്നാമത്തെ വർഷം 40,000 കിട്ടി, അതിനുശേഷം ഇനി 10,000 രൂപയും കൂടി കിട്ടുമ്പോഴേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് തിരികെ ലഭിക്കുന്നുണ്ട്. അതായത് പേ ബാക്ക് പീരീഡ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. ദെൻ അതിനുശേഷം കിട്ടിയ എമൗണ്ട് ആണ് 25,000. അപ്പോൾ 10,000 by 25,000 അപ്പോൾ 0.4 ലഭിക്കും. അപ്പോൾ 3.4 ഇയേഴ്സ് അഥവാ 3 വർഷവും 4 മാസവും എടുത്തുകൊണ്ടാണ് എന്ത് ലഭിച്ചത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് തിരികെ ലഭിച്ചത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ 3 വർഷം കഴിഞ്ഞ് 4 മാസത്തിനുള്ളിലാണ് ലഭിച്ചത്. അതായത് മൂന്നാമത്തെ വർഷം 40,000 ലഭിച്ചിട്ടുള്ളൂ. പിന്നീടുള്ള 10,000 രൂപ കൂടി കിട്ടാൻ എടുത്ത കാലയളവ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ എത്രയാണോ ബാലൻസ്, ദാറ്റ് മീൻസ് 10,000 ബൈ ആ ഒരു പേ ബാക്ക് പീരീഡിനുള്ളിൽ ലഭിച്ച തുക എന്ന് പറയുന്നത് 25,000. ഇവ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4 ഇയേഴ്സ് ലഭിക്കും. ദാറ്റ് മീൻസ് 3 വർഷം 4 മാസവും എടുത്തുകൊണ്ടാണ് എന്ത് ലഭിച്ചത്? ഈ ഒരു പ്രോജക്റ്റിൽ നിന്നും റിട്ടേൺ ലഭിച്ചത് എന്നുള്ളതാണ്. യൂണിറ്റ് 5 ഡിവിഡൻഡ് തിയറീസ് എല്ലാ തവണയും എല്ലാ ഇയറിലും എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഡിവിഡൻഡ് മോഡലിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് മോഡൽസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് തിയറീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിവിഡൻഡ് ഇർറലവൻസ് ആൻഡ് ഡിവിഡൻഡ് ഇർറലവൻസ് തിയറീസ് ആണ്. അതിൽ ഡിവിഡൻഡ് ഇർറലവൻസ് ആണ് മോദിഗിലാനി ആൻഡ് മില്ലറിന്റെ ഉൾപ്പെടുന്നത് അഥവാ MM മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഡിവിഡൻഡ് റിലവൻസ് തിയറീസ് ആണ് ഗോർഡൻ മോഡലും വോൾട്ടേഴ്സ് മോഡലും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ 2 in the bush, ഈ ഒരു പ്രോവർബ് ഏത് ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ ഏത് ഡിവിഡൻഡ് മോഡലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗോർഡൻ മോഡൽ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗോർഡൻ മോഡലിന്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ ഗോർഡൻ മോഡലിനെ അറിയപ്പെടുന്നത് തന്നെ ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോവർബ് വരുന്നത് ഗോർഡൻ മോഡലിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ ഒരു പ്രോവർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇൻവെസ്റ്റേഴ്സ് കറന്റ് ഡിവിഡൻഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് റിസീവ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ നല്ലൊരു തുക റിട്ടേൺ ആയിട്ട് ലഭിക്കും എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. എല്ലായ്പ്പോഴും ഇൻവെസ്റ്റേഴ്സ് അതായത് ഗോർഡൻ മോഡലിൽ
മിറൻ ഗോർഡൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റിസ്കിനെ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചർ റിട്ടേണേക്കാളും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കറന്റ് ഡിവിഡൻഡിനാണ്. അതായത് കറന്റ് എത്രയാണോ ഡിവിഡൻഡ് കിട്ടുന്നത് അത് ലഭിക്കാനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗോർഡൻ മോഡലിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു പ്രോവർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്. അതായത് കറന്റ് ഡിവിഡൻഡിന് പ്രാധാന്യം കൊടുക്കുന്നു, ഫ്യൂച്ചർ ഡിവിഡൻഡിനേക്കാൾ ഉപരി കറന്റ് ഡിവിഡൻഡിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വളരെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഈ തന്നിട്ടുള്ളത്. കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, കോമ്പോസിറ്റ് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ് തന്നിട്ടുണ്ട്. ഇവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓരോ കോസ്റ്റിംഗും എന്താണുള്ളത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ലാർജ് ആൻഡ് ലോങ് ടേം പ്രോജക്ട്സിന് ലൈക്ക് കൺസ്ട്രക്ഷൻ പോലുള്ളവയ്ക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ അടുത്തത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് പാസ് ത്രൂ ദ സീരീസ് ഓഫ് പ്രോസസ്സ്. അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കാണ് കൂടുതലും പ്രോസസ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് സമാനഗതിയിലുള്ള, അതായത് ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും, അവയെല്ലാം തന്നെ ഒന്നിലധികം പ്രോസസ്സിന് വിധേയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. മറ്റൊന്നാണ് കോമ്പോസൈറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോമ്പോസൈറ്റ് കോസ്റ്റിംഗിന്റെ മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഫ്രം സെവറൽ കമ്പോണൻസ്. അതായത് ഒന്നിലധികം കമ്പോണൻസിൽ നിന്നും ഒരു ഫൈനൽ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനാണ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മോട്ടോർ കാർ മാനുഫാക്ചർ ചെയ്യുന്നത് ഒന്നിലധികം പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെവറൽ കമ്പോണൻസ് ചേർന്നുകൊണ്ടാണ് ആ ഒരു മോട്ടോർ കാർ മാനുഫാക്ചറിങ് നടക്കുന്നത്. ആൻഡ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ജോബ് അല്ലെങ്കിൽ സർവീസ്, അതായത് ഒരാൾ ഒരു കാര്യം പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജോബ് കോസ്റ്റിംഗ് ഉപയോഗിക്കപ്പെടുന്നത്. സോ സച്ച് ആസ് ദോസ് പെർഫോംഡ് ഇൻ റിപ്പയർ ഷോപ്പ്. അപ്പൊ റിപ്പയർ ഷോപ്പിനാണ് ഈ പറഞ്ഞ ജോബ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി ആ ഒരു മാച്ച് ദ ഫോളോവിംഗിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസറും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പരമപ്രധാനമായിട്ടുള്ള ഏരിയ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓരോ തവണയും വ്യത്യസ്ത മോഡലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതായത് സെയിൽസിൽ നിന്നും പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുകയാണ്. സോ ഇവിടെ സെയിൽസ് വോളിയവും അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ അഥവാ പ്രോഫിറ്റുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് വോളിയം കാൽക്കുലേഷൻസിന്റെ എല്ലാ രീതിയിലുള്ള കാൽക്കുലേഷൻസും അറിഞ്ഞിരിക്കണം. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, അതല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട് ആൻഡ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിനോടൊപ്പം ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിനോടൊപ്പം നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് ലഭിക്കുന്നത് 1,50,000 ആണ്. അപ്പോൾ 1,50,000 ബൈ എന്താണ് സെയിൽ എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് 3 lakh ആണ്. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ സെയിൽ 3 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 50% ആണ് നമുക്ക് എന്തായിട്ട് ലഭിക്കുന്നത്, കോൺട്രിബ്യൂഷൻ ആയിട്ട്, സോറി പി വി റേഷ്യോ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ പി വി റേഷ്യോ എന്ന് പറയുന്നത് 50% ആണ്. ഇനി ഈ ഒരു ഏരിയയിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റ് പോയിന്റുകളാണ് ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയാസ് കൂടി ഒന്ന് കവർ ചെയ്താൽ നല്ലതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് എക്സാംസിനൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇത്തവണ എന്തായാലും എക്സാംസ് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മുടെ ടോസ് അക്കാഡമി സെറ്റ് ആസ്പിരൻസിന് വേണ്ടി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു സെക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 2016 മുതൽ 2025 വരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം സെലക്ട് ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുന്നത് യൂണിറ്റ് 1, 2 ആൻഡ് 4 ഈ പറയുന്ന 3 മൊഡ്യൂളുകളിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു 6 മാർക്ക് വാങ്ങി തരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ടോസ് അക്കാഡമിയുടെ വക സെറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യ അവസാനം ഇത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷനിലേക്ക് തുടങ്ങാം. എൻ്റെ സെക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഞാൻ 3 യൂണിറ്റുകളാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. നമുക്ക് അത് ഏതൊക്കെ യൂണിറ്റുകളാണെന്ന് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ആൻഡ് യൂണിറ്റ് 2 ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ആൻഡ് യൂണിറ്റ് 4 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. അപ്പൊ ഈ 3 യൂണിറ്റുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. So the first unit, management the most repeated questions ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The concept of MBO. What is mean by MBO? Management by Objectives. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെ ചുറ്റിപ്പറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ തവണയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാ തവണയും ഉള്ള ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെയാണ് MBO എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒന്നുകിൽ സിമ്പിൾ ആയിട്ട് MBO പ്രപ്പോണ്ട് ചെയ്ത് ആരെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ മീനിങ് എന്നുള്ള രീതിയിലോ ആയിരിക്കും ചോദ്യം വരുന്നത്. അതല്ലാന്നെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കും. എന്ത് തന്നെയാണ് നമ്മുടെ എംപ്ലോയീസും അതുപോലെ സുപ്പീരിയേഴ്സും ഒരുമിച്ച് ചേർന്ന് കൊളാബറേറ്റീവ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്യുകയും അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു പോരുന്ന ഒരു പ്രോസസ്സാണ് MBO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് അറിയാം അത് ആരാണ് പ്രപ്പോണ്ട് ചെയ്തിരിക്കുന്നത്, ആരാണ് പീറ്റർ എഫ് ഡ്രഗർ ആണ്. അപ്പൊ ഈ ഓപ്ഷനിലുള്ള മറ്റ് ആളുകൾ കൂടെ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മുടെ റൂമിന്റെ എക്സ്പെക്റ്റൻസി തിയറിയെ പറ്റിയിട്ട്, എൽട്ടൺ മായയുടെ ഹാത്രോൺ എക്സ്പെരിമെന്റ്സിനെ കുറിച്ചും ഹെൻസൻബർഗിന്റെ 2 ഫാക്ടർ തിയറിയെ പറ്റിയിട്ട് നമ്മൾ വളരെ ആധികാരികമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്ത് തന്നെയാണ് ഇറ്റ്സ് എ സിസ്റ്റം വെയർ managers and employees jointly set specific and measurable goals and the progress is reviewed periodically. Okay. അതുപോലെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ MBO ആണെങ്കിൽ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷണൽ തിയറീസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ മോട്ടിവേഷണൽ തിയറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ മോട്ടിവേഷണൽ തിയറീസും അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ മോട്ടിവേഷൻ തിയറീസും ഉണ്ട്, ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോണൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇതിന്റെ മോട്ടിവേഷണൽ തിയറി ഏതാണ്? നീഡ് ഹയറാർക്കി തിയറിയാണ്. നീഡ് ഹയറാർക്കി തിയറി ആരാ കൊണ്ടുവന്നത്? കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആരാണ്? നമ്മുടെ എബ്രഹാം മാസ്ലോയാണ്. പിന്നീട് നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? നമ്മുടെ FW ടൈലർ ആണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അതുപോലെ ഹെൻറി ഫയോൾ ആണ് നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. എൽട്ടൺ മായോ ആണ് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ, A3-ഉം B4-ഉം C1-ഉം അതുപോലെ തന്നെ D2-ഉം വരുന്നത് നമ്മുടെ B ഓപ്ഷനാണ്. അത് കറക്റ്റ് ആക്കി മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മോട്ടിവേഷണൽ തിയറീസ് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, which of the following is the theory related to understanding the individual behavior in organizations? ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽ ബിഹേവിയർ മനസ്സിലാക്കി തരുന്ന തിയറി ഏതാണ്? അപ്പോൾ ഈ പറയുന്ന എല്ലാ തിയറിയും മോട്ടിവേഷണൽ തിയറിയാണ്. ഇത് ഓർഗനൈസേഷനിലെ എംപ്ലോയിയുടെ മോട്ടിവേഷനും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. സോ ഓൾ ഓഫ് ദി എബവ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ നമുക്ക് MBOയുടെ കോൺസെപ്റ്റും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷണൽ തിയറീസും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് അറിയാം തിയറി Z എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഔജി ആൻഡ് AM ജേപ്പർ ആണ്. ഹ്യൂമൻ റിലേഷൻ സ്കൂൾ കൊണ്ടുവന്ന ആരാണ്? നമ്മുടെ എൽട്ടൺ മായോ ആണ്. MBOയുടെ കാര്യം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ, പീറ്റർ എഫ് ഡ്രഗർ ആണ്.
പിന്നെ നമ്മുടെ മെക്കൻസയുടെ 7S ഫ്രെയിംവർക്ക് ആണ്. 7S എന്ന് പറയുമ്പോൾ 7 എസ്സുകൾ കൂടുന്ന ഒരു സ്ട്രാറ്റജി ആണ്. 7 എസ്സുകളിൽ 3 ഹാർഡ് എലമെന്റ്സും 4 സോഫ്റ്റ് എലമെന്റ്സ് എന്നും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഈ മെക്കൻസയുടെ ഈ ഒരു 7S ഫ്രെയിംവർക്ക് കൊണ്ടുവന്ന് TJ പീറ്റേഴ്സ് ആൻഡ് ആർച്ച് വാട്ടർമാൻ ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ A3 വരുന്ന ഓപ്ഷൻ അല്ലെ, B1 വരുന്നതും C4 വരുന്നതും D2 വരുന്നതുമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് B ആണ്. അല്ലെ, ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? അപ്പം MBA കോൺസെപ്റ്റും തിയറി ഓഫ് മോട്ടിവേഷൻസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിച്ചു തരുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിയറീസ് എല്ലാം, മോട്ടിവേഷന്റെ എല്ലാ തിയറീസും വായിച്ചു പോരുക. എന്താണ് നമ്മുടെ എബ്രഹാം എച്ച് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി, അതുപോലെ ക്ലേറ്റൺ ആഡഫറിന്റെ ആണ് ERG തിയറി, എക്സിസ്റ്റഡ് റിലേറ്റഡ്നെസ് ഗ്രോത്ത് തിയറി, മെക്ലന്റെ 3 നീഡ് തിയറി, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, ദെൻ ഫെഡറിക് ഹെൻസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി, മെഗ്രറിന്റെ തിയറി X ആൻഡ് തിയറി Y, വില്യം ഔച്ചിയുടെ തിയറി Z, വിക്ടർ ബ്രൂമിന്റെ എക്സ്പെക്റ്റൻസി തിയറി, ജോൺ ആദംസിന്റെ എക്വിറ്റി തിയറി, BF സ്കിന്നറിന്റെ റീഇൻഫോഴ്സ്മെന്റ് തിയറി, പോർട്രാൻ ലോവറിന്റെ മറ്റൊരു തിയറിയും കൂടെ. ഓക്കെ, ക്ലിയർ ആക്കണേ. ക്ലിയർ ആക്കി തന്നെ എക്സാമിന് പോവുക. ഒരിക്കലും ഒരു തെറ്റിതിൽ വരുത്താനായിട്ട് പാടില്ല. പല എക്സാംസിനും നമുക്ക് വീണ്ടും ഇമ്പോർട്ടൻസ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. മോട്ടിവേഷൻ തിയറീസിനെ പറ്റിയിട്ടും MBOസിനെ പറ്റിയിട്ടും വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങളെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുള്ളത്. 2 ഫാക്ടർ തിയറിയിൽ റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണ്, ഏതാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലാത്തത് എന്നുള്ളത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അല്ലാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അതുപോലെ തന്നെ MBO ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോഴും ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നോക്കിയിട്ട് തന്നെ പോവുക. നമ്മൾ യൂണിറ്റ് 2ന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ യൂണിറ്റ് 2ൽ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് 1-2 തവണ വന്നിട്ടുണ്ട്. അത് ഏതാണ്? നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഏതാണ്, അതല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ ഏതെന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണ്? കാണ്ല, ഗുജറാത്ത്. ഏത് വർഷമാണ്? 1965 ആണ് കാണ്ല. അപ്പൊ അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുകളയേണ്ട ഒരാവശ്യമില്ല. നമുക്കത് വീണ്ടും പഠിച്ചു വെക്കാം. ഈ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എൻവിയോൺമെന്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ബിസിനസ്സിന് മൈക്രോ എൻവിയോൺമെന്റ് ആൻഡ് മാക്രോ എൻവിയോൺമെന്റ് എന്ന് പറയുന്ന 2 ടൈപ്സ് ഓഫ് എൻവിയോൺമെന്റിനെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണലി ഉള്ള നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്, അപ്പൊ അങ്ങനെ വരുന്ന കുറെ ആൾക്കാരാണ്, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെയാണ് നമ്മുടെ മൈക്രോ എൻവിയോൺമെന്റിൽ വരുന്നത്. മാക്രോ എൻവിയോൺമെന്റിൽ പുറമേ ഉള്ള നമ്മുടെ ലീഗൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ എൻവിയോൺമെന്റിനെ പറ്റിയിട്ടാണ്. അത് മാച്ച് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് മൈക്രോ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് അവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആയിരിക്കും. ദെൻ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആൾക്കാരുടെ സോഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ വരുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈലിലാണ്. ലീഗൽ എന്ന് പറയുമ്പോൾ ലോ റിലേറ്റഡ് ആണ്. ലോ റിലേറ്റഡ് ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അതുപോലെ എക്കണോമിക് എന്ന് പറയുമ്പോൾ മോണിറ്ററി കാര്യങ്ങളാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും വരുന്ന ഏതാണ്? പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അപ്പം ആ ഓപ്ഷൻ വരുന്ന ഏതാണ്? ബിയിലാണ് വരുന്നത്. അതാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ എൻവിയോൺമെന്റിനെ പറ്റിയിട്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും. മൈക്രോ എൻവിയോൺമെന്റ് എന്താന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് നമ്മുടെ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇന്റേണൽ എൻവിയോൺമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതാ ഇതിൽ ഉൾപ്പെടുന്നത്? ആരാണ്? നമ്മുടെ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. അല്ലെ, ബാക്കിയുള്ളതൊന്നും പൊളിറ്റിക്കലുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതല്ല. അതുപോലെ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? The use of new innovations and advancement in technology. ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതുപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവിയോൺമെന്റ് ഇൻ എ ബിസിനസ് കോണ്ടെക്സ്റ്റ്, അല്ലെ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവിയോൺമെന്റ് അങ്ങനെ വരുമ്പോൾ അത് ഏതാ വരുന്നത്? നമ്മുടെ കൺസ്യൂമറിന്റെ ലൈഫ് സ്റ്റൈല്, വാല്യൂസ്, ഡെമോഗ്രാഫിക് ട്രെൻഡ്സും കാര്യങ്ങളുമാണ് അതിനകത്ത് വരുന്നത്.
അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കുക. ഒരു എക്സാമിന് തന്നെ 4 ക്വസ്റ്റ്യൻസ് എൻവയോൺമെന്റിൽ നിന്ന് തന്നെ വരികയാണ്. അപ്പൊ നമുക്ക് എന്തുമാത്രം മാർക്ക് വാങ്ങാൻ പറ്റും ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അപ്പൊ ജസ്റ്റ് ആ എൻവയോൺമെന്റിന്റെ മിനിയേച്ചർ നിങ്ങൾ നോക്കുക. ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ഏതൊക്കെയാണ്? സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ, ലീഗൽ, എക്കണോമിക്. അങ്ങനെ നമുക്ക് ടൈപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, നമ്മുടെ മൈക്രോ എൻവയോൺമെന്റ് അല്ല, ഇത് ഏതാണ്? മാക്രോ എൻവയോൺമെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അതുപോലെ മൈക്രോ എൻവയോൺമെന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെയാണ് അവിടെ വരുന്നത്? ഫിനാൻസിയേഴ്സ്, സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ചാനൽ, പബ്ലിക്, കസ്റ്റമേഴ്സ്, ഇവരൊക്കെ അടങ്ങിയ ബിസിനസിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെയാണ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂണിറ്റ് 4 വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ഓപ്പറേഷൻസ് റിസർച്ചിന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സുകളാണ്. അവിടെ യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ് ക്യൂയിങ് തിയറി, ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, അസൈൻമെന്റ് മോഡൽ. സോ ഇതൊക്കെ നമുക്ക് മാത്സ് ദ ഫോളോവിങ് ആയിട്ടും ചോദിക്കാം, അതുപോലെ സിംഗിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാം, അല്ലെ? അപ്പൊ ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഫ്ലോയെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? അവരെ കറക്റ്റ് ആയിട്ട് ആ ഫ്ലോ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ക്യൂയിങ് തിയറി കറക്റ്റ് ആയിട്ട് ഏതിലാ വരുന്നത്? 2ലാണ് വരുന്നത്. അതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക, അതാണ് ലീനിയർ പ്രോഗ്രാമിലോട്ട് വരുന്നത്. അതുപോലെ ഗെയിമിംഗ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. ഗെയിമിംഗ് തിയറി ഈസ് എ ഡിസിഷൻ മേക്കിംഗ് ഇൻ എ കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ്. അതുപോലെ അസൈൻമെന്റ് മോഡൽ എന്ന് പറയുമ്പോൾ ജോബ് അലോക്കേറ്റ് ചെയ്യുക. അസൈൻമെന്റിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് മാനറിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? എ ആണ് വരുന്നത്. ഇനി സിംഗിൾ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ വിച്ച് ഓഫ് വൺ ഓഫ് ദി ഫോളോയിങ് ടെക്നിക്. ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് യൂസ് ചെയ്യാം, അല്ലെ? അവരവരുടെ ഐഡിയാസ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് പൂൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഉറപ്പായിട്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ അത് ഒറ്റയ്ക്ക് പഠിക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനും നമുക്ക് അവസരമുണ്ട്. കണ്ടോ, സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്? ഇറ്റ്സ് എ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ മോഡൽ, കൺസ്ട്രെയിൻഡ് ഡിസിഷൻ മേക്കിംഗ് മോഡൽ, മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് മോഡൽ, ഓൾ ഓഫ് ദി അബവ്. ഒരു ഒപ്റ്റിമൈസേഷൻ മോഡലാണ് അത്, ഡിസിഷൻ മേക്കിംഗ് മോഡലാണ്, അതുപോലെ മാത്തമാറ്റിക്കൽ ടെക്നിക്കുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഓൾ ഓഫ് ദി അബവ് എടുക്കാനായിട്ട് പറ്റും. ദെൻ PERT, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതൊരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണോ പ്രൊബബിലിസ്റ്റിക് മോഡലാണോ? ബോത്ത് ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് പ്രൊബബിലിസ്റ്റിക് മോഡലാണോ എന്നാണ് ചോദ്യം. ഉറപ്പായിട്ടും അത് എന്താണ്? ഇറ്റ്സ് എ പ്രോബബിലിസ്റ്റിക് മോഡൽ. കാരണം അത് അൺസർട്ടനിറ്റിയുടെ ബേസിസിലാണ് എടുക്കുന്നത്. നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM ആണെങ്കിൽ ഇറ്റ്സ് എ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ, കാരണം ഫിക്സ് ചെയ്തിട്ടുണ്ട് ടൈംസ് എന്ന് നമുക്ക് പറയാം. പക്ഷെ PERT ഈസ് പ്രോബബിലിസ്റ്റിക് മോഡൽ. ഓക്കെ, ക്ലിയർ? അടുത്തതായിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് യൂണിറ്റ് 4 നിന്ന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4 നിന്ന് പിന്നീട് എപ്പോഴും ചോദിക്കുന്നതാണ് ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എററിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. പി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ സിഗ്നിഫിക്കൻസ് ലെവൽ എന്നാണ് പറയുന്നത്. അല്ല, പി വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിനെയാണ് റിജക്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ പി വാല്യൂ എപ്പോഴും സിഗ്നിഫിക്കൻസ് ലെവലിനെക്കാട്ടും കുറഞ്ഞിരുന്നാലേ നമുക്ക് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് റോങ് ആണ്. പക്ഷെ അതേസമയം സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. കാരണം നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ട് പോലും നമ്മൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? ടൈപ്പ് 1 എററിന് കാരണമാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, അല്ലെ? ഓക്കെ, അപ്പം ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ടൈപ്പ് 1 എറർ ഇസ് ഡിനോട്ടഡ് ബൈ, ടൈപ്പ് 1 എററിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ടൈപ്പ് 1 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ ആൻഡ് ടൈപ്പ് 2 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ബീറ്റ. ടൈപ്പ് 2 എറർ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയും പോലെ 1 മൈനസ് ആൽഫ 1 മൈനസ് ബീറ്റ എപ്പോഴാ വരുന്നത്? അപ്പൊ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ട് പോലും അത് റിജക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആൽഫ വരും, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്.
alternate ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെ 1 മൈനസ് ബീറ്റ എന്ന് പറയുന്നത്. 1 മൈനസ് ബീറ്റ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അവിടെ വരികയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് 1 മൈനസ് ആൽഫ എപ്പോഴാ വരുന്നത്? അതായത് നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, പക്ഷെ നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നില്ല. അപ്പൊ അപ്പോഴും കറക്റ്റാ, അപ്പോഴാണ് 1 മൈനസ് ആൽഫ. അപ്പൊ രണ്ട് തെറ്റുകളാണ് ആൽഫയും ബീറ്റയും, ടൈപ്പ് 1 ഇററും ടൈപ്പ് 2 ഇററും. ആ തെറ്റുകളെയും ശരിയാക്കുന്നതാണ് 1 ബൈ ആൽഫയും 1 ബൈ ബീറ്റയും. അതുപോലെ നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് 1 മൈനസ് ബീറ്റ എന്താണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. 1 മൈനസ് ബീറ്റ ഈസ് നോൺ ആസ് ദി പവർ ഓഫ് ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. 1 മൈനസ് ബീറ്റ ഈസ് ദി പവർ ഓഫ് എ ടെസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അല്ലെ? അതായത് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്, അതായത് നമ്മുടെ H0 ട്രൂ ആകുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊരു ടൈപ്പ് 1 ഇറർ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? ആൽഫയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെങ്കിൽ, H0 ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ, നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യണം. ഇത് ശരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ, ഈ ഒരു കാര്യം നമ്മൾ ശരിയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതൊരു കറക്റ്റ് ഔട്ട്കം ആണ്. ഇത് തെറ്റായത് കൊണ്ടാണ് അത് ടൈപ്പ് 1 എററായി മാറിയത്. ഇനി നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, പക്ഷെ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നില്ല. ഫെയിൽഡ് ടു റിജക്റ്റ്, അപ്പോഴും ശരിയാ, നൾ ഹൈപ്പോത്തസിസ് ശരിയായതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതും ഒരു കറക്റ്റ് ഔട്ട്കം ആണ്. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റും? 1 മൈനസ് ആൽഫ. തെറ്റ് ആൽഫയും ശരിയാക്കുമ്പോൾ അതിനെ 1 മൈനസ് ആൽഫയും. ഇവിടെ നമുക്ക് എന്തായിരുന്നു കറക്റ്റ് അവർ ചെയ്തത്? അതിനെയാണ് നമ്മൾ 1 മൈനസ് ബീറ്റ ആക്കുന്നത്. ഇത് ഇററാണ്, നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് ബീറ്റ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡയഗ്രാം കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ടൈപ്പ് 2 ഇറർ ബീറ്റയും ടൈപ്പ് 1 ഇറർ ആൽഫയാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഡയഗ്രാം കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലായി കാണും, പല വർഷങ്ങളിലും ഇത് തന്നെയാണ് മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു വിധത്തിലും പേടിക്കേണ്ട. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നന്നായിട്ട് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആസ്പിറൻസിന് വേണ്ടിയുള്ള പുതിയ വീഡിയോസുമായിട്ട് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലോട്ട് എത്തും. So thank you for listening the video.